നമസ്കാരം. നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിഥികളെ സൽക്കരിക്കാനായിട്ട് അല്ലെങ്കിൽ അതിഥികളെ സ്വീകരിക്കാനായിട്ട് വളരെ തൽപരരായിട്ടുള്ള ആൾക്കാരെന്നുള്ള നിലയിലാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിഥി ദേവോ ഭവ എന്നുള്ള നിലയിൽ അതിഥിയെ നമ്മൾ ദേവനെ പോലെയാണ് എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അപ്പോൾ ആ നിലയിൽ അതിഥികളെ സ്വീകരിക്കുകയും വെൽക്കം ചെയ്യുകയും ചെയ്യുന്നതായിരിക്കുന്ന ഒരു കൂട്ടരാണ് ഇന്ത്യക്കാരെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ജൂതന്മാരുടെ കേസ് എടുക്കുന്ന സമയത്ത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ജൂതന്മാർ പീഡിപ്പിക്കപ്പെട്ട സമയത്തും ഇന്ത്യയിൽ അവർ വളരെ രാജാക്കന്മാരെ പോലെ അല്ലെങ്കിൽ പ്രഭുക്കന്മാരെ പോലെയാണ് അവരിവിടെ കഴിഞ്ഞത്. അല്ലെങ്കിൽ അവർ ഇവിടെ പേഴ്സിക്യൂഷൻ എന്ന് പറയുന്ന സംഭവം അങ്ങനെ നേരിട്ടിട്ടില്ല എന്ന് കാണാനായിട്ട് സാധിക്കും. അത് ഇന്ത്യയുടെ ഒരു വലിയ ക്വാളിറ്റി ആയിട്ട് പറയുന്ന ഒന്നാണ്. ഇന്ന് നമ്മൾ അതിനെ വിരോധാഭാസം എന്നുള്ള നിലയിൽ പറയാൻ തക്കവണ്ണം ഒരു കാരണം ഉണ്ടായി. ഫ്രാങ്ക്ലിൻ ഗ്രഹാം എന്ന് പറയുന്നതായ ഒരു സുവിശേഷകൻ, അദ്ദേഹം ഈ നാഗാലാൻഡിലെ കൊഹിമയിൽ ഈ നവംബർ 30 ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ്. അതായത് ഒരു ഫെയ്ത്ത് ഗ്യാതറിങ്. അപ്പോൾ അതിന് വരാൻ വേണ്ടിയിട്ടിരുന്നു. അതിന് വേണ്ടിയിട്ട് വിസയ്ക്ക് അപേക്ഷിച്ചു. വിസ ഇന്ത്യ എന്ത് ചെയ്തു, റിജക്റ്റ് ചെയ്തു. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ്, ഒരു ഇവാഞ്ചലിസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഇന്ത്യയിലെ പ്രത്യേകമായ ഒരു സാഹചര്യം എടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ന് ക്രൈസ്തവർക്കെതിരായിട്ട് വളരെയധികമായിട്ടുള്ള അക്രമങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ക്രൈസ്തവരുടെ പള്ളികൾ തല്ലിപ്പൊളിക്കുന്നു, അതുപോലെ തന്നെ പാസ്റ്റർമാരെ ആക്രമിക്കുന്നു, പാസ്റ്റർമാരെ അകാരണമായിട്ട് എന്ത് ചെയ്യുന്നു, പിടിച്ച് ജയിലിലിടുന്നു, വിശ്വാസികളെ ആക്രമിക്കുന്നു. ഇപ്പം നമ്മൾ കഴിഞ്ഞിടെ കണ്ടതായിരിക്കുന്ന 2 സിസ്റ്റേഴ്സിൻ്റെ കേസ് ഉൾപ്പെടെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ബജറംഗ് ദൾ പോലുള്ള പ്രവർത്തകർ അവർ വന്നിട്ട് ആക്രമിക്കുന്നു, മറ്റ് പ്രവർത്തകരെ ആക്രമിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും വാർത്താമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുന്നതായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഈ ഫ്രാങ്ക്ലിൻ ഗ്രഹാമിൻ്റെ ഈ വിസ നിഷേധം നമ്മൾ അതിശയിക്കാനായിട്ട് ഒന്നുമില്ല എന്ന് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഫ്രാങ്ക്ലിൻ ഗ്രഹാമിനെ ഇങ്ങനെ എതിർക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാരണമുള്ള അദ്ദേഹത്തിൻ്റെതായ സ്പീച്ചാണ്. അദ്ദേഹം ക്രിസ്ത്യൻ ഫെയ്ത്തിന് വളരെ മൂല്യം കൽപ്പിക്കുന്ന ആളാണ്. മാത്രമല്ല അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയതായിരിക്കുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അതിൽ പ്രധാനമായിട്ട് അദ്ദേഹം ഇസ്ലാമിനെ വിമർശിച്ചിട്ടുണ്ട്, ഹിന്ദുവിസത്തെ വിമർശിച്ചിട്ടുണ്ട്, ഹിന്ദുവിസത്തിലെ തന്നെ വിവിധങ്ങളായ ദൈവങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല അന്ധവിശ്വാസങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. അങ്ങനെ പല നിലകളിൽ ഈ ബഹുദൈവ വിശ്വാസത്തെ വിമർശിച്ച ആളാണ് ആര്, ഈ ഫ്രാങ്ക്ലിൻ ഗ്രഹാം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിനോട് ഒരു എതിർപ്പുള്ളത്. മാത്രമല്ല ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ളതായ പീഡനത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്, അതിനെതിരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ വിസയെ നിഷേധിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇദ്ദേഹത്തെ ഭയക്കുന്നുണ്ട്. കാര്യം വേറൊന്നുമല്ല, ഇദ്ദേഹം മാസമായിട്ട് കൺവേർഷൻ നടത്തുന്നു. അതല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു, മാസമായിട്ടുള്ള കൺവേർഷൻ ഭയം ആർക്കുണ്ട്, ഇതിൻ്റെ പിന്നിലുള്ളവർക്കുണ്ട്. ഈ വിസ നിഷേധത്തിൻ്റെ പിന്നിലുള്ളവർക്ക് ഇദ്ദേഹം ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ കൺവേർഷന് കാരണമാകുമോ എന്നുള്ളൊരു ഭയം ഉണ്ട്. ഇപ്പോൾ ഈ വിസിറ്റ് അദ്ദേഹം നടത്താനിരുന്നത് നാഗാലാൻഡിലേക്കാണ്. നാഗാലാൻഡിൽ മജോറിറ്റിയും ക്രൈസ്തവരാണെന്ന് കാണാനായിട്ട് സാധിക്കും. ഏതാണ്ട് 87% ക്രൈസ്തവരാണ്. അതിൽ മഹാഭൂരിപക്ഷവും ബാപ്റ്റിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽപ്പെട്ടവരാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു നാഗാലാൻഡിലെ കൊഹിമ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് അദ്ദേഹം വരികയാണ്. അവിടെ വന്ന് അദ്ദേഹം പ്രസംഗിച്ച ആ ഗ്യാതറിങ്ങിൽ, ഫെയ്ത്ത് ഗ്യാതറിങ്ങിൽ പങ്കെടുത്ത് പോകുന്ന സമയത്ത് എന്ത് കൺവേർഷനാണ് നടക്കുന്നത്. അപ്പോൾ അത് നിഷേധിക്കേണ്ട ആവശ്യം ഒരു തരത്തിലും ഇല്ല എന്ന് കാണാൻ സാധിക്കും. മാത്രമല്ല ഈ ഫ്രാങ്ക്ലിൻ ഗ്രഹാം എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത സ്നേഹിതനാണ്. എന്ന് പറഞ്ഞാൽ അടുത്ത സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ അഡ്വൈസറും മറ്റുമൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ അമേരിക്കയിൽ വളരെ സ്വീകാര്യനായിരിക്കുന്ന വ്യക്തിയാണ് ഈ ഫ്രാങ്ക്ലിൻ ഗ്രഹാം എന്ന് പറയുന്നത്. ഫ്രാങ്ക്ലിൻ ഗ്രഹാമിൻ്റെ പിതാവ് ലോകപ്രശസ്തനായിരിക്കുന്ന സുവിശേഷകനായിരുന്നു. അദ്ദേഹമാണ് ബില്ലി ഗ്രഹാം എന്ന് പറയുന്നത്. ലോകത്തിലെ അദ്ദേഹത്തിൻ്റെ ക്രൂസൈഡ് എന്ന് പറയുന്നത് ലോകപ്രശസ്തമാണ്. വിവിധങ്ങളായിരിക്കുന്ന തേർഡ് വേൾഡുകളിലേക്ക് അല്ലെങ്കിൽ 3ാം ലോക രാജ്യങ്ങളിലേക്ക് ചെന്നിട്ട് അവിടെയെല്ലാം ഈ സുവിശേഷവൽക്കരണം നടത്തി അനേകരെ ക്രിസ്തുവിനെ അറിയാനൊക്കെ ഇടവന്നതായ ചരിത്രം അദ്ദേഹത്തിൻ്റെ ക്രൂസൈഡിന് പറയാനുണ്ടെന്നുള്ളതാണ്. ബില്ലി ഗ്രഹാം ഈ നാഗാലാൻഡിലെ കൊഹിമയിൽ വന്നിട്ട് 50 വർഷം തികയുന്ന ദിവസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫെയ്ത്ത് ഗ്യാതറിംഗ് നടത്താനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ ആ ചടങ്ങിലേക്കാണ് ആര് വരാൻ ഉദ്ദേശിച്ചത്, ഫ്രാങ്ക്ലിൻ ഗ്രഹാം വരാനായിട്ട് ഉദ്ദേശിച്ചത്. എന്നാൽ അതിനെ തടയിട്ടു എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്ന കാര്യം. ഫ്രാങ്ക്ലിൻ ഗ്രഹാം ഒരു തീവ്രവാദിയല്ല, അല്ലെങ്കിൽ ഇന്ത്യക്ക് എന്തെങ്കിലും തരത്തിലുള്ള നാശം വിതയ്ക്കാനായിട്ട് പോകുന്ന വ്യക്തിയൊന്നുമല്ല. അദ്ദേഹം സുവിശേഷം പറയുന്നതായിരിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തി ഇവിടെ കൊഹിമയിൽ നാഗാലാൻഡിൽ വന്നിട്ട് ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുന്നതിന് എന്ത് തടസ്സമാണുള്ളത്? എന്തുകൊണ്ട് അദ്ദേഹത്തെ ഭയപ്പെടുന്നു എന്നുള്ളതാണ്
അതിലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. പലപ്പോഴും ആശയത്തെ നമ്മൾ ഭയപ്പെടുകയാണ്. ആശയത്തെ എന്തിനാണ് ഭയക്കുന്നത്? അദ്ദേഹം പറയുന്ന ആശയം കേട്ട് കുറേ അധികം പേര് കൺവേർട്ടഡ് ആവുന്നുവെങ്കിലേ ആ ആശയത്തിൻ്റെ വിജയമാണത്. മറു ആശയം കൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ അവരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ പറയാനായിട്ടുള്ളത്. അല്ലാതെ ഒരാശയത്തെ ഭയം നോടാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് അന്ത്യമില്ല എന്ന് കാണാനായിട്ട് സാധിക്കും. ആശയത്തിൻ്റെ മുൻപിൽ ഭയം നോടാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും വിട്ട് ആശയം എന്ത് ചെയ്യും? നമ്മളെ പരാജയപ്പെടുത്തും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആശയത്തെ ആശയം കൊണ്ട് നേരിടുകയാണ് വേണ്ടത്, അല്ലാതെ അതിനെ മറ്റൊരു രീതിയിൽ അതിനെ തടസ്സപ്പെടുത്താൻ നോക്കിക്കഴിഞ്ഞാൽ അതിനെ പരാജയപ്പെടുത്താനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഫ്രാങ്ക്ലിൻ ഗ്രഹാമിൻ്റെ ഒരു റിലീഫ് ഓർഗനൈസേഷൻ ഉണ്ട്, അതിനെ പറയുന്നത് സമരിറ്റൻ സ്പേഴ്സ് എന്നാണ് പറയുന്നത്. നല്ല ശമരിയാക്കാരൻ്റെ ഉപമയൊക്കെ നമുക്കറിയാം, ബൈബിളിലുണ്ട്. ബൈബിളിലെ ലോകപ്രശസ്തമായിരിക്കുന്നൊരു കഥയാണ്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് സമരിറ്റൻ സ്പേഴ്സ് എന്നും പറഞ്ഞ് അദ്ദേഹം ഒരു റിലീഫ് ഓർഗനൈസേഷൻ സ്ഥാപിച്ചത്. അപ്പോൾ അതിൻ്റെ CEO ആണ്. അതുപോലെ തന്നെ ബില്ലി ഗ്രഹാം ഇവാഞ്ചലിസ്റ്റ് അസോസിയേഷൻ എന്ന് പറയുന്നതിൻ്റെ ആ സംഘടനയുടെയും CEO ആണ്. ഈ സമരിറ്റൻ സ്പേഴ്സ് എന്ന് പറയുന്ന ഈ ചാരിറ്റി സംഘടന എന്ന് പറഞ്ഞാൽ അത് ലോകം മുഴുവൻ എന്ത് ചെയ്യുന്നു, ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ എന്താ പറയുക, ആ നിലയിൽ ആതുര സേവനം ചെയ്യുന്നതായിരിക്കുന്ന ഒരു സംഘടനയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കോവിഡിൻ്റെ സമയത്തായാലും അതുപോലെ തന്നെ മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന മേഖലകളിൽ, ഇപ്പോൾ ആഫ്രിക്കയിലാണെങ്കിൽ എബോള പടർന്നു പിടിച്ച സമയത്ത്, അങ്ങനെ മനുഷ്യരാരും ചെല്ലാൻ മടിക്കുന്നതായിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ചെല്ലുന്നതായിരിക്കുന്ന ഒരു സംഘടനയാണേത് ഈ സമരിറ്റൻ സ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നതായിരിക്കുന്ന ഒരു സംഘടനയുടെ CEO ആണ് ഈ പറയുന്ന ഫ്രാങ്ക്ലിൻ ഗ്രഹാം എന്നത്. അപ്പോൾ അങ്ങനെ ഒരാളെ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നതിൽ എന്താണ് തടസ്സം എന്നുള്ളതാണ്. അഫ്ഗാനിസ്ഥാൻ്റെ ഭരണാധികാരി എങ്ങനെയുള്ള ആളാണ്? താലിബാൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ എങ്ങനെയുള്ള ആളാണെന്നുള്ള കാര്യം നമുക്കറിയാം. താലിബാൻ അവിടെ ഭരണം പിടിക്കാനായിട്ട് പോയ സമയത്ത് അവിടുത്തെ ജനങ്ങൾ താലിബാൻ വന്നെ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഈ പറന്നു പോകുന്നതായിരിക്കുന്ന പ്ലെയിനിൻ്റെ ചക്രത്തിലും മറ്റുമൊക്കെ കയറിയിരുന്ന ആകാശത്ത് നിന്നിട്ട് താഴെ വീണ ചരിത്രമൊക്കെ നമുക്കറിയാം. സ്ത്രീകളാണെങ്കിൽ കൂടി അങ്ങനെ ഭയന്ന് വിറച്ച് നിൽക്കുന്നതായിരിക്കുന്ന ആ ചിത്രമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നത്തെ അവിടുത്തെ അവസ്ഥ സ്ത്രീകൾക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല. അപ്പം അങ്ങനെയുള്ള ഒരു രാജ്യത്തിൻ്റെ തലവൻ അദ്ദേഹത്തിന് ഇവിടെ വരാനുള്ള പെർമിഷൻ നമ്മൾ കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ആരാ? ഒരു തീവ്രവാദിയുടെ നേതാവാണ്, അല്ലെങ്കിൽ ഒരു തീവ്രവാദി സംഘടനയായിരിക്കുന്ന താലിബാൻ്റെ നേതാവാണ് ആര്? അദ്ദേഹം. എന്നിരിക്കെയാണ് ഈ സുവിശേഷം പറയുന്നതായിരിക്കുന്ന ഒരു ഇവാഞ്ചലിസ്റ്റ് അദ്ദേഹത്തിന് ഈ നവംബർ 30 കൊഹിമയിൽ വന്നൊരു ഫെയ്ത്ത് ഗ്യാതറിങ്ങിൽ പങ്കെടുക്കാനുള്ള അവസരം നിഷേധിച്ചത്. അപ്പോൾ ഇത് നമ്മളുടെ മതേതര ഇന്ത്യക്ക് ചേർന്നതാണോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി. അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന ആപ്തവാക്യത്തിന് ചേർന്നതാണോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി. ഈ വിസ നിഷേധത്തിന് ശേഷം നാഗാലാൻഡ് ജോയിൻറ്റ് ക്രിസ്ത്യൻ ഫോറം, അതുപോലെ തന്നെ ദ കൊഹിമ ബാപ്റ്റിസ്റ്റ് പാസ്റ്റേഴ്സ് ഫെലോഷിപ്പ്, ദ നാഗാലാൻഡ് സ്റ്റുഡൻസ് ഫെഡറേഷൻ, ഇവരൊക്കെ എന്ത് ചെയ്തു? അവരുടെ ഡിസപ്പോയിൻമെൻറ്റ്, ഈ വിസ നിഷേധവുമായി ബന്ധപ്പെട്ടുള്ള ഡിസപ്പോയിൻമെൻറ്റ് അവർ അറിയിച്ചു കഴിഞ്ഞു. അത് ചിലർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നാഗൻ ജനതയെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു മതം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയാണ്. അവിടെ ഇനി ആരെ കൺവേർട്ട് ചെയ്യാനാണ്? ഇത്രയധികം മജോറിറ്റിയും ക്രിസ്ത്യൻസ് ആയിരിക്കുക, ഇനി ആരെയാണ് ഇദ്ദേഹം വന്നിട്ട് കൺവേർട്ട് ചെയ്യാനുള്ളത്? ഈ നാഗാലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടുകൂടി ഈ അമേരിക്കൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ ധാരാളമായി നടന്നിരുന്നൊരു സ്ഥലമാണ് നാഗാലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഇന്ന് ഈ ക്രിസ്ത്യൻസ് ആയിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം അമേരിക്കൻ മിഷണറിമാരാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ബില്ലി ഗ്രഹാമിനാകട്ടെ ഫ്രാങ്ക്ലിൻ ഗ്രഹാമിനാകട്ടെ ഇപ്പോഴും അവിടെ വേരുകളുള്ളത്, അവർക്കവിടെ സ്വീകാര്യത ഉള്ളതെന്ന് കാണാനായിട്ട് കഴിയും. അപ്പോൾ അന്ന് നടന്നു. പിന്നെ ഈ കൺവേർഷൻസ് നടക്കുമ്പോൾ ഇവർ ഫോഴ്സ്ഫുൾ കൺവേർഷൻ എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ സംഘടനയായിരിക്കുന്ന സമരിറ്റൻ പേഴ്സ് അതിൻ്റെ മറവിൽ എന്ത് ചെയ്യുന്നു? ഫോഴ്സ്ഫുൾ കൺവേർഷൻ നടത്തുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിന് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ വിസ നിഷേധിക്കാനായിട്ട് കാരണം എന്ന് ചിലർ അതിനെ വിലയിരുത്തുന്നു. മതേതര ഇന്ത്യ എന്ന് നമ്മൾ പറയുമ്പോൾ, അതിൽ അഭിമാനിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും പുഴുക്കുത്തുകളായിട്ട് നിൽക്കും എന്നുള്ളതാണ് വാസ്തവം.